നോമ്പൊക്കെ എത്തിയില്ലേ, അപ്പോൾ നോമ്പിനായിട്ടുള്ള കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി നമ്മൾ ഹൈലൈറ്റ് മോളിലേക്ക് പോവുകയാണേ. അപ്പോൾ ഇതാണ് മോളുടെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയുണ്ട്. അതേപോലെ മോൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. അങ്ങനെ നമ്മൾ മോളിലെത്തിയിട്ടുണ്ട്. മോൻ ഉറങ്ങി എണിച്ചതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്, വണ്ടിയിലിരിക്കുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഞങ്ങളെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ഇക്കതേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ തവണയായി നമ്മൾ വരുന്നു, പക്ഷേ ഈ സംഭവം നമ്മൾ ഇതുവരെ നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റില്ല. എപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത് ചിലപ്പോൾ ഓഫായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് പോയിട്ട് അത് കാരണം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ പോയത് സ്ട്രോബെറി കിൻഡർ ജോയ്, ഇത് എപ്പോൾ വന്നാലും നമ്മൾ മറക്കില്ല. പിന്നെ ഇക്ക കുറച്ച് എനിക്ക് ഈന്തപ്പഴം എടുക്കുന്നുണ്ട്, നോമ്പൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഡോണട്ട് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഡോണട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോളനാണ് ഇത്തവണ ഈ വണ്ടി തള്ളുന്ന ആൾ. അപ്പോൾ ഞാൻ പിടിക്കാമെന്ന് പറയുമ്പോൾ കേൾക്കുന്നത് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇക്കപ്പോൾ ഫ്രണ്ടിൽ പോകും, ഞാനും മോനും പതുക്കെ വരും. പിന്നെ നമ്മുടെ മീനുകളിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തവണയും. കഴിഞ്ഞ തവണ പോയപ്പോൾ ഞാൻ കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ ഞാൻ പോകുമ്പോൾ ഇതുപോലെ കറണ്ട് പോയ സമയത്ത് ഇതിനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത്തവണ നോക്കി നല്ല തിരക്കുണ്ട്, നോമ്പെത്തിയില്ല, അത് കാരണം നോമ്പെത്തിയ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിച്ചത്, ഈ ആപ്പിളെല്ലാം വാങ്ങിച്ചത് കവർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ കണ്ടില്ലേ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോക്ലേറ്റുകളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം മോമോസ്, ഇത് ഞാൻ ഒരിക്കലേ കഴിച്ചിട്ടുള്ളൂ, കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഒരെണ്ണം എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പോപ്കോണ്, സ്വീറ്റ് കോണില്ലേ അത്, അതുപോലെ തന്നെ ജെല്ലി മുട്ടായി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആ സാധനം വണ്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയി ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങാൻ. അപ്പോൾ ഇത്തവണ ഇതിൽ ഞാനാണ് ഓർഡർ കൊടുത്തത്. കഴിഞ്ഞ തവണ ഇക്കയായിരുന്നു കൊടുത്തത്. ഇത്തവണ എനിക്ക് ചെറിയൊരു പേടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പഠിച്ചു. അങ്ങനെ ഞാനാണ് ഓർഡർ കൊടുത്തത്. നമ്മളത് ഓർഡർ കൊടുത്തപ്പോൾ അവർ ടോക്കൺ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് പുറത്ത് വന്നാണ്, ഇവിടെ നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, അകത്ത് നല്ല കൂളിംഗ് ഉണ്ട്, പുറത്ത് വന്നപ്പോൾ നല്ല ചൂട്. അങ്ങനെ ഇക്ക പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും കുട്ടികൾക്ക് ചായ വേണ്ട പറഞ്ഞു. അപ്പോൾ ഇക്ക ഒരു ചായ പറഞ്ഞപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ ഞാനെന്ത് വിചാരിച്ച്, നമ്മുടെ ഈ കൂന്തൽ നിറച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ ആകെ. അപ്പോൾ അത് ഞാൻ ഇക്കനോട് പറഞ്ഞു അത് എനിക്കൊരെണ്ണം വേണം പറഞ്ഞു. അപ്പോൾ മോൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്, അപ്പോൾ അതും തിന്നുകൊണ്ട് നടക്കണം. അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ ടേബിളിലേക്ക് പോയി. അപ്പോൾ മോൻ അവിടെ നിന്നിട്ട് ഈ ജ്യൂസും ചായയൊക്കെ ഞാൻ നോക്കി. അങ്ങനെ ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ മോളുടെ കണ്ടില്ലേ എക്സ്പ്രഷൻ കണ്ടില്ലേ, അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് വന്നിട്ട് നമ്മൾ കൂന്തൽ നിറച്ചാണ് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ്, പക്ഷേ കൂന്തൽ നിറച്ചല്ല, ഇതിൽ മാവിൻ്റെ ഫില്ലിങ്, അതിൻ്റെ ഉള്ളിൽ മസാല എന്തൊക്കെയോ ഇട്ടുണ്ട്. മോന് കൊടുത്തപ്പോഴും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മോൾക്ക് കട്ട്ലേറ്റ് വേണം പറഞ്ഞിട്ട് മോൾക്കൊരു കട്ട്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മോന് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇക്കതാ ടോക്കൺ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെ ടോക്കണെല്ലാം വിളിച്ച ശേഷം നമ്മളതെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോൾ ഈ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് വന്നിട്ട് നമ്മൾ പുഡിങ്, ജെല്ലി പുഡിങ്, ഇത് വന്നിട്ട് 240 രൂപയാണ്. ഇതിൽ 6 എണ്ണം ഉണ്ട്, പല ഫ്ലേവറിൻ്റെ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അടിപൊളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യണേ.